സമ്പത്ത് എന്ന് പറയുന്ന ഈ സഹാക്കളുടെ അല്ലെങ്കിൽ ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു എന്താ പറയുക ശക്തി കേന്ദ്രമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള ആള് സമ്പത്തിൻ്റെ സഹോദരൻ കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനായി വരികയാണ്. നമ്മൾ ഈ അലുവയും മത്തിക്കറി എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു വ്യത്യാസം ഇവിടെ കാണുന്നത്. ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ അങ്ങ് തലതൊട്ടപ്പനായി നിൽക്കുന്നു, ഒരാൾ ഹിന്ദു ഐക്യവേദിയുടെ അധ്യക്ഷനാവുന്നു. അദ്ദേഹം BJP-യിലേക്ക് വരാൻ മടിക്കുന്നത് സർക്കാർ ജോലി ഉള്ളതുകൊണ്ട് BJP-യിലേക്ക് വന്നാൽ സഹാക്കന്മാർ തന്നെ പണി കൊടുക്കുമെന്നുള്ള ഭയം കൊണ്ടാണോ? കസ്തൂരി ഹിന്ദു ഐക്യവേദിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായി കഴിഞ്ഞ ദിവസം ചുമതലയേറ്റു. അത് സമ്പത്ത് എന്ന മുൻ എം പി ഇവിടെ അനുജനാണ്. അതിനേക്കാൾ ഉപരി ഇവരുടെ എല്ലാം അച്ഛൻ തിരുവനന്തപുരം ജില്ലയിൽ ഈ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അടിത്തറയുണ്ടാക്കിയ അനിരുദ്ധൻ്റെ മകനാണ്. പ്രസിദ്ധനാണ് അനിരുദ്ധൻ. അദ്ദേഹം MP ആയിരുന്നു, MLA ആയിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അനിരുദ്ധൻ, കാട്ടായിക്കോണം, ശ്രീധരൻ ഇങ്ങനെ ചില പേരുകളായിരുന്നു. അപ്പോൾ അതിൽ ഒരു ജയൻറ്റ് കില്ലർ എന്ന അപരനാമം ലഭിച്ച നേതാവായിരുന്നു അനിരുദ്ധൻ. അദ്ദേഹം R. ശങ്കറെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരിക്കൽ തോൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സമ്പത്തൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് ഇദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരെ ഒക്കെ ജയിലിൽ ഈ ചൈന യുദ്ധകാലത്ത് ജയിലിൽ പിടിച്ചിട്ടു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് മത്സരിച്ച് ജയിച്ച ആളാണ് അനിരുദ്ധൻ. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിലൊരു പ്രശസ്തി. ജയിലിൽ കിടന്ന് തന്നെ മത്സരിച്ചിട്ടും അദ്ദേഹത്തിന് ജനപിന്തുണ കിട്ടി, തിരഞ്ഞെടുക്കപ്പെട്ടു നിയമസഭയിലേക്ക്. അങ്ങനെയുള്ള അനിരുദ്ധൻ അന്ന് ഈ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ ബാലന്മാരായ ആളുകളാണ് ഈ കസ്തൂരിയും ഈ സമ്പത്തുമൊക്കെ. അന്ന് കുട്ടികൾ വീട് വീടാന്തരം അച്ഛന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുന്ന ചിത്രമൊക്കെ അന്ന് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രമുഖ കേരളകൗമുദി പത്രത്തിൽ അച്ചടിച്ചു വന്നത് ഒരു സെൻസേഷണൽ വാർത്തയായിട്ട് വായിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ അത് ആ തരത്തിലുള്ളൊരു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു അംഗം ഒരു സംഘപരിവാർ സംഘടനയിലേക്ക് ഇതുപോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ അധ്യക്ഷനായിട്ട് വരികയാണ്. അത് പ്രായണ കേരളത്തിലെ ഇടതുപക്ഷക്കാരെയും കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരെയും എല്ലാം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഈ വാർത്ത വന്നതിന് ശേഷം ഫേസ്ബുക്കിൽ പ്രമുഖരും പ്രമുഖരല്ലാത്ത സാധാരണക്കാരും ഒക്കെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്നവർ ഈ വിഷയം സീരിയസ് ആയിട്ട് എടുത്ത് ചർച്ച ചെയ്യുകയും അത്ഭുതം പ്രകടിപ്പിക്കുകയും ചെയ്തത് കണ്ടു. ഇത് സമ്പത്തുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് കസ്തൂരി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് തൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിയതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഒരു മാധ്യമത്തോട്. കൂടാതെ എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം പഠിക്കുമ്പോൾ അവിടുത്തെ SFIയുടെ നേതാവെന്ന നിലയിൽ വിദ്യാർത്ഥി യൂണിയൻ ചെയർമാനായിരുന്നു. യൂണിയൻ ചെയർമാനും കൂടിയായിരുന്നു, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. പിന്നെ SFIയുടെ ജില്ലാ തലത്തിലുള്ള ഒരു അറിയപ്പെടുന്ന നേതാവായിരുന്നു കസ്തൂരി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് പിന്നെ സ്വീകാര്യമായ ഒരു പ്രസ്ഥാനം ഇതാണ് ഹിന്ദു ഐക്യവേദിയാണ്. ഹിന്ദുക്കളുടെ ഐക്യം ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗം ഉണ്ടായത് സാധാരണഗതിയിൽ എല്ലാവരിലും ചെറിയൊരു ആശ്ചര്യം ഉളവാക്കിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെയായിരിക്കും CPM കാണുന്നത്? അപ്പോൾ ആർക്കും ഏത് രാഷ്ട്രീയം വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ഒറ്റ നിമിഷം കൊണ്ടൊക്കെ പോയതുപോലെ ആർക്കും ഏത് രാഷ്ട്രീയം വേണമെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി വേണമെങ്കിലും പിന്തുണയ്ക്കാം. എങ്കിലും CPM-ൻ്റെ ഈ എന്താ പറയുക ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി ആയിരുന്നവർ, അല്ലെങ്കിൽ അത്തരമൊരു കുടുംബത്തിൽ നിന്ന ഒരാൾ ഈ ശശികല ടീച്ചറിനോടൊപ്പമൊക്കെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ ശശികല ടീച്ചറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. സഹാക്കന്മാർക്ക് അവരെ കാണുമ്പോൾ ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട്. അപ്പം അതിനെ ഇവരെങ്ങനെയായിരിക്കും അംഗീകരിക്കുക? അമ്മക്കൊന്ന് വെട്ട് അങ്ങനെ എന്തെങ്കിലും കലാശങ്ങൾ? മുമ്പേ പറക്കുന്ന പക്ഷികളിൽ ഒരാളാണ് ഇപ്പോൾ കസ്തൂരി. കാരണമെന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിക്കാൻ ഏത് ബുദ്ധിശാലിയായ മനുഷ്യനും തയ്യാറാകും. കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാർ നിർനിമേഷരായി നോക്കി നിൽക്കേണ്ട ഒരു കാലഗതിയിലാണിപ്പോൾ.
ഒരു ഉപമ കടമെടുത്ത് പറയുകയാണെങ്കിൽ ശംഖുമുഖത്തെ മഹാസായാഹ്നം നോക്കി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രമുഖ നേതാക്കൾ ഇപ്പോൾ. അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നത് അവർ കാണുന്നില്ല. അവർ കാണുമ്പോഴേക്കും അസ്തമയം കഴിഞ്ഞിരിക്കും. ആ ഒരു പ്രതിസന്ധിയില്ല. നോക്കൂ, ഈ സെക്രട്ടേറിയറ്റിൽ 43 ദിവസമായി നടന്നു വരുന്ന സ്ത്രീകളുടെ ഒരു സത്യാഗ്രഹം, ആശാ പ്രവർത്തകരുടെ വർക്കേഴ്സിൻ്റെ സത്യാഗ്രഹം, അതിനോട് ഉള്ളൊരു ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്താണ്? എത്രമാത്രം ക്രൂരവും നിഷ്ഠുരവുമാണ് ഈ സർക്കാരിൻ്റെ സമീപനം. ഇതൊക്കെ മനസാക്ഷിയുള്ള മനുഷ്യർക്ക് കണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തോട് ദീർഘമായി ഒരു പിന്തുണയും അനുഭവവും വെച്ച് പുലർത്താൻ എത്ര ആളുകൾക്ക് പറ്റും? എനിക്ക് തോന്നുന്നത് എ സമ്പത്തും കസ്തൂരിയുടെയൊക്കെ അച്ഛൻ ഒരാൾ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സമ്പത്തിനും തന്നെ ഇനി വളരെ പെട്ടെന്നൊരു വീണ്ടും വിചാരം ഉണ്ടാകും എന്നാണ്. കാരണം ഇവരൊക്കെ കാര്യങ്ങളെ ശരിയായി വിലയിരുത്താൻ സന്മനസ്സുള്ളവരാണെങ്കിൽ ഇന്നത്തെ ഈ പോക്കിൽ പ്രതിഷേധിക്കാതിരിക്കാൻ പറ്റില്ല. അവർ അപ്പോൾ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടത് എങ്ങനെ? അതിനനുയോജ്യമായ സംഘടനകളേത്? യുക്തിഭദ്രമായ സംഘടനാ വ്യവസ്ഥ എവിടെയാണുള്ളത്? അർത്ഥവത്തായ ജനാധിപത്യ ബോധം നിലനിൽക്കുന്ന പ്രസ്ഥാനം ഏത് എന്നൊക്കെ അവർ അന്വേഷിക്കും. അപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നുന്ന സംഘടനകളിലേക്ക് അവർ പോകും. അങ്ങനെ കസ്തൂരിയെ ചെയ്തത് ന്യായീകരിക്കാതിരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. അദ്ദേഹം എടുക്കുന്നത് ശരിയായ തീരുമാനങ്ങളിലൊന്നാണ് എന്നാണ് എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ നേരത്തെ തന്നെ ഇദ്ദേഹം ഇത്തരത്തിൽ ഈ ഹിന്ദു സംഘടനകളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ്. അതോ പെട്ടെന്നുണ്ടായൊരു ബോധോദയമാണോ? ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെ വർഗീയമായി കാണണം എന്ന് പഠിപ്പിക്കുന്നതായിരുന്നു. പക്ഷേ കാര്യങ്ങളെ നേർക്കുനേർ മനസ്സിലായപ്പോൾ ആരാണ് വർഗീയത, എവിടെയാണ് വർഗീയത എന്നൊക്കെ തിരിച്ചറിയുവാനുള്ള വിവേകം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസം നേടിയ ആളാണ്, ചിന്താശേഷിയുള്ള ആളാണ്. കമ്മ്യൂണിസ്റ്റ് ഡോക്മയിൽ അടിമപ്പെട്ടിട്ടില്ല കസ്തൂരിയെ പോലെയുള്ള ആളുകൾ. അതാണത് തെളിയിക്കുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഏതൊരാളിനും തോന്നുന്ന ഒരു കാര്യം കുറച്ച് മുമ്പേ ധൈര്യപൂർവ്വം പ്രഖ്യാപിച്ച് അതിൽ ഭാഗമാക്കായി കസ്തൂരി എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ സമ്പത്തിൻ്റെ പ്രതികരണം എന്തെങ്കിലും അനിയനായാലും അനിയൻ്റെ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും ഇതുവരെ കണ്ടില്ല സമ്പത്ത് എന്ത് പറഞ്ഞു എന്ന്. പക്ഷേ സമ്പത്തുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് താൻ ഈ രാഷ്ട്രീയ ചൂടുമാറ്റം സ്വീകരിച്ചതെന്ന് കസ്തൂരി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമ്പത്തിന് അറിയാം.